ഞാനൊരു ദിവസം ഒരു റോട്ടറിയുടെ മീറ്റിങ്ങിന് പോയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. കാരണം അവിടെ എല്ലാം വളരെ വെൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, നമുക്കറിയാം ഇവിടെയാണെങ്കിൽ റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്ന വളരെ വെൽ ഇതായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവിടെയാണ് സിസ്റ്റർ ആദ്യമായിട്ടൊരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ പോകുന്നത് എൻ്റെ സ്കൂളിലെ ഒരു എയ്ഡ് ചോദിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം, ഒരു മാസത്തേക്കുള്ള ഭക്ഷണം ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഒരു വേദനയോട് കൂടിയാണ് പോകുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ പറയുന്ന ഭാഷയുടെ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം റോട്ടറിയിൽ മിക്കവാറും ഉള്ളത് ഇറ്റാലിയൻസ്, ദെൻ ആഫ്രിക്കൻസിൽ തന്നെ വലിയ ഹയർ അതോറിറ്റീസാണ്. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ത് പറയണമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ എനിക്ക് കൂട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തെരേസിനോട് ചോദിക്കുന്നുണ്ട്, തെരേസെ എന്താണ് മോനെ നമ്മൾ അവിടെ ചെന്ന് പറയുക? സിസ്റ്റർ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, ഇന്ന് വരെയും തമ്പുരാൻ നമ്മളെ നയിച്ചില്ലേ, അപ്പോൾ ആ തമ്പുരാനിൽ ആശ്രയിച്ചോ, സിസ്റ്റർ ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആകെയുള്ള ഒരു ഉറപ്പ്, ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വേദന എൻ്റെ സ്വന്തം വേദനയാണ്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റോട്ടറി ക്ലബിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്, മീറ്റിങ്ങിന് കയറാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു ശക്തി പോലെ. കാരണം ഇവരെയൊക്കെ കാണുമ്പോഴും നമ്മൾ ഈ 30-ാം വയസ്സിൽ നമുക്ക് തന്നെ ഒരു ഡെലിക്കസി ഉണ്ട്, നമ്മൾ തീരെ ചെറുതാണ്, ഇത്രയും വലിയ ആൾക്കാരുടെ അടുക്കെ പറയാനുള്ള ആംബിയറൊന്നും നമുക്കില്ലാന്ന്. എന്നാൽ കൂടെ എന്തൊക്കെയോ ഒരു വലിയ ശക്തി, ദൈവത്തിൻ്റെ ഒരു കരുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന വഴി ടൈറ്റായിട്ട് മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഷെഡ്യൂൾ ചെയ്തിരുന്നു. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു, ഞങ്ങൾക്ക് വെൽക്കം ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിൽ മുഴുവൻ എനിക്കെൻ്റെ സങ്കടമാണ്. കാരണം ഭക്ഷണം, കുട്ടികൾക്ക് ഭക്ഷണമില്ലെന്നുള്ളതാണ് എൻ്റെ വേദന. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, സിസ്റ്ററെ എന്താണ് സിസ്റ്ററിൻ്റെ ആവശ്യം എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരെയും എഴുന്നേറ്റ് വിഷ് ചെയ്തു എന്നത് ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവർ ചിൽഡ്രൻ ആർ ഇൻ നീഡ് ഓഫ് സം ഫുഡ്. അത്രയും പറഞ്ഞതേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് ആലങ്കാരികമായി പറയാനോ എനിക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നുമുള്ള മൂഡിലല്ലായിരുന്നു. ഞാൻ അതൊക്കെ ഒരുങ്ങിക്കൊണ്ടാണ് പോയത്, പക്ഷെ ഒന്നും എനിക്ക് വന്നില്ല. ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, മൈ സ്റ്റുഡൻസ് ആർ ഇൻ നീഡ് ഓഫ് സം ഫുഡ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഞാൻ പൊട്ടിക്കരയുവാണ് അവരുടെ മുമ്പിൽ നിന്ന്. ശരിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവരും ഉടനെ റോട്ടറി ക്ലബിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ആ സാർ ഉടനെ ചാടി എഴുന്നേറ്റുകൊണ്ട് ഓടി എൻ്റെ അടുക്കെ വരുവാണ്. ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് എൻ്റെ ഷോൾഡറിൽ തട്ടി, സിസ്റ്റർ യു ഹാവ് ടു സിറ്റ് ഡൗൺ, പ്ലീസ് കാം ആൻഡ് കൂൾ എന്നും പറഞ്ഞുകൊണ്ട് അത്രയും എനിക്ക് തിരിഞ്ഞു. വേറെ ഒന്നും എനിക്കറിയാൻ പാകുന്നില്ല, എനിക്കൊന്നും മനസ്സിലായില്ല അവർ പറയുന്നത്. കാരണം ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവത്തില്ല. ബട്ട് ഈ കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നെ ഇരുത്തി എന്നെ വളരെ ശാന്തമാക്കി. എനിക്കറിയില്ല, അന്ന് $100 തന്നുകൊണ്ടാണ് എന്നെ യാത്രയാക്കുന്നത്. എനിക്ക് ഇതൊരു അത്ഭുതമാണോ എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ബട്ട് റിയലി ഈശോ എൻ്റെ വേദന കണ്ടു, എനിക്കതറിയാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിന് ഞാൻ കൈനീട്ടിയപ്പോൾ തമ്പുരാൻ ആരിലൂടെയാണേലും എൻ്റെ വേദന കണ്ടു എന്നുള്ളതാണ് ഇന്നും എന്നെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്പിറേഷൻ.